മുതിർന്ന BJP നേതാവ് N. ശിവരാജന്റെ വിമർശനങ്ങൾക്ക് C. കൃഷ്ണകുമാർ മറുപടിയുമായി വന്നു. ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് താൻ സ്ഥാനാർത്ഥിയായത്. ഇനി മത്സരിക്കേണ്ടെന്ന് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കില്ലെന്നും C. കൃഷ്ണകുമാർ 24നോട്. വാശിയേറിയ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയായി. ഇനിയിപ്പോൾ ഇന്ന് C. കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. അങ്ങ് അതിൻ്റെ ഒരു അവലോകനം നടത്തിയോ? പാലക്കാട് ജില്ലയിൽ എന്താണ് നമുക്ക് സംഭവിച്ചത് എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ളൊരു അവലോകനം നടത്തിയിരുന്നു. ഞങ്ങളുടെ അടിസ്ഥാന വോട്ടിൽ ഞങ്ങൾക്ക് കുറവൊന്നുമില്ല. 39,000 to 39,000 to 40,000 ആണ് ഞങ്ങളുടെ അടിസ്ഥാന വോട്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വോട്ട് ഞങ്ങൾക്ക് പല ബൂത്തുകളിൽ നിന്നും മറ്റൊന്നും ലഭിച്ചിട്ടില്ല. നഗരസഭയ്ക്കെതിരായിട്ട് വലിയൊരു പ്രചരണം, നഗരസഭാ ഭരണത്തിനെ സംബന്ധിച്ച് വലിയൊരു പ്രചരണം UDF കഴിഞ്ഞ 1.5 വർഷമായിട്ട് നഗരസഭയ്ക്കെതിരായിട്ട് കാര്യമായിട്ടൊരു പ്രചരണത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നഗരസഭയുടെ വികസനം എല്ലാം സംബന്ധിച്ച്, നഗരസഭയിൽ ഫണ്ട് ലാപ്സ് ആക്കുന്നതെല്ലാം സംബന്ധിച്ച് വലിയൊരു പ്രചരണം UDF വളരെ LDF രണ്ടുപേരും വളരെ ബോധപൂർവ്വം അയച്ചിട്ട് അവസാന ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചരണമായിരുന്നു. അത് ജനങ്ങളുടെ ഇടയിലൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നത്. നിങ്ങളുടെ തന്നെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള N. ശിവരാജൻ പറഞ്ഞത് സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു പിഴവുണ്ടായി എന്നുള്ളതാണ്. ശോഭ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പൊതുവെ നേതൃത്വത്തിൻ്റെ ഒരു അഭിപ്രായമാണോ? ഞാൻ സ്ഥാനാർത്ഥിയാവണമെന്ന് ഒരു സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടില്ല. എൻ്റെ തുറന്ന മനസ്സായിരുന്നു അത്. പാലക്കാട്ടിലെ BJPയുടെ ലീഡർഷിപ്പിനറിയാം, സംസ്ഥാന നേതൃത്വത്തിനറിയാം, ഞങ്ങളുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കറിയാം. എന്നെ സംബന്ധിച്ചോളം പാലക്കാട് ഇത്തവണ ജയിക്കുക. കൃഷ്ണകുമാർ മത്സരിക്കുക എന്നായിരുന്നില്ല. ഞാൻ പാലക്കാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളല്ലല്ലോ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഞാൻ മലമ്പുഴയിലാണ്. എനിക്ക് താല്പര്യം അവിടെ തന്നെ മത്സരിക്കാൻ. പാർട്ടി ഇനിയിപ്പോൾ അവിടെ മത്സരിക്കേണ്ട പറഞ്ഞാൽ ഞാൻ മത്സരിക്കില്ല. ഇവിടെ പാലക്കാട് മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ മത്സരിക്കാം. ഞാൻ അച്ചടക്കമുള്ളൊരു സംഘടനാ പ്രവർത്തകനാണ്. ഇനി പൂർണ്ണമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിട്ടു നിൽക്കാൻ സംഘടന ആവശ്യപ്പെട്ടാൽ അതനുസരിക്കുന്ന ആളാണ്. അപ്പോൾ എന്നോട് ഞാൻ ഒരു വേദിയിലും ഒരാളോടും ഞാൻ ആവശ്യപ്പെട്ടില്ല എനിക്ക് മത്സരിക്കണം എന്നുള്ളത്. അതിലുള്ള ഒരു ചരടുവലിയും ഞാൻ നടത്തിയിട്ടില്ല. ശിവരാജേട്ടൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞതിൽ സാധ്യത ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയുള്ളൂ. അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷേ സംസ്ഥാന പ്രസിഡന്റിനോ മറ്റ് സംസ്ഥാന നേതൃത്വത്തിനോ അത്തരത്തിൽ ദേശീയ നേതൃത്വത്തിനോ അത്തരത്തിലൊരു ചിന്തയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ തുടക്കത്തിൽ തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തുമായിരുന്നല്ലോ. പ്രാദേശികമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ട് വോട്ട് കിട്ടുന്ന ഒരാൾ എന്നുള്ള നിലയിലേക്ക് നിങ്ങളാണ് മത്സരിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പരാജയത്തിൽ നിന്ന് കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പാർട്ടിയെ കൂടുതൽ സജ്ജമാക്കുക എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് 24.